മലപ്പുറം വണ്ടൂർ പൂങ്ങോട്ട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണ് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ ആൾക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അപകടത്തിന്റെ തോത് ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപർണ, വണ്ടൂരിനടുത്ത് കാളികാവ് പൂങ്ങോട് LP സ്കൂൾ മൈതാനിയിലായിരുന്നു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിരുന്നത്. ഇവിടെ ഫൈനൽ മത്സരമായിരുന്നു ഇന്ന്. മത്സരം തുടങ്ങുന്നതിന് മുൻപാണ് ഈ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന താൽക്കാലിക ഗാലറി, കവുങ്ങും മുളകളും വെച്ച് കെട്ടി നിർമ്മിച്ച താൽക്കാലിക ഗാലറി തകർന്നു വീണത്. നിരവധി പേർ ഈ മത്സരം കാണാൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗാലറി തകർന്നതോടെ നിരവധി പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്ന വിവരമാണ് ഇതുവരേക്കും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജീവഹാനി ഇതുവരേക്കും ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസ വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവരേക്കും ഈ സ്ഥലത്ത് കഴിഞ്ഞ 2 ദിവസമായി മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗാലറി നിർമ്മിച്ച സ്ഥലത്ത് മണ്ണ് നനഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സ്ഥലത്ത് ഇത്രയും അധികം ആളുകൾ താൽക്കാലിക ഗാലറിയിൽ, അതായത് വലിയ ബലമില്ലാത്ത ഈ കവുങ്ങും മുളകളും വെച്ച് കെട്ടിയ താൽക്കാലിക ഇരിപ്പിടങ്ങളിൽ ഇത്രയും അധികം ആളുകൾ വന്നിരുന്നതോടെ ഗാലറി നിലം പൊത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് മത്സരത്തിന് തൊട്ടു മുൻപായിരുന്നു എന്നതുകൊണ്ട് തന്നെ നിരവധി പേരും ഈ ഒരു സമയത്ത് ഗാലറിയിൽ തടിച്ചുകൂടിയിരുന്നു. ആളുകൾ ഏറ്റവും അധികം എത്തിച്ചേർന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഗാലറി തകർന്നു വീണപ്പോൾ കൂടുതൽ പേർക്ക് അതിനടിയിൽപ്പെട്ടും തിക്കിലും തിരക്കിലും പെട്ടും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റവർ ഇപ്പോൾ നിലമ്പൂരിലെയും പെരിന്തൽമണ്ണയിലെയും വണ്ടൂരിലെയും സ്വകാര്യ ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക്. അനുമോദ്, എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തമായ കണക്ക് കിട്ടാറായിട്ടുണ്ടോ? അതുകൂടി മനസ്സിലാക്കി വേണമല്ലോ അപകടത്തിന്റെ വ്യാപ്തി വിലയിരുത്താൻ. അപർണ, നമുക്ക് അത്തരം കണക്കിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയുകയില്ല. കാരണം അനവധി പേരാണ് ഈ മത്സരം കാണാൻ വേണ്ടി എത്തിയത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു ജനസഞ്ചയം തന്നെ മത്സരം കാണാൻ എത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്തിന് ആ ആളുകൾ തടിച്ചുകൂടിയ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ എത്തിച്ചവരുടെ എല്ലാം പരിക്കുകൾ ചവിട്ടേറ്റും അതുപോലെ തന്നെ ഈ നിലത്ത് വീണും മറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ പരിക്കുകൾ, ജീവഹാനി സംഭവിക്കുന്ന തരത്തിൽ ഗുരുതരമായ പരിക്കുകൾ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരേക്കും നമുക്ക് ആശുപത്രികളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തകരിൽ നിന്നുമെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു വിവരം. മലപ്പുറം വണ്ടൂരിന് സമീപം പൂങ്ങോടാണ് ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നു വീണത്. താൽക്കാലിക ഗാലറി ആയിരുന്നു. വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ആർക്കുമില്ല. ജീവഹാനിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ടുകൂടിയാണ് ഗാലറി തകർന്നു വീഴാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സിൽവർ ലൈനിൽ ശക്തമാകുന്ന പ്രതിഷേധം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഇന്നും സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം. മലപ്പുറം തിരൂരിലും ചോറ്റാനിക്കരയിലും സിൽവർ ലൈൻ കല്ലുകൾ പിഴുതെറിഞ്ഞു. ഇന്നലെ പ്രതിഷേധമുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി V മുരളീധരനും കോഴിക്കോട് കലായിൽ K സുരേന്ദ്രനും സന്ദർശനം നടത്തി. ഞങ്ങൾ സ്ഥലം വിട്ടേ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ തോന്നുമ്പോ വരെ ഓരോ കുറ്റക്കൊന്നും പറ്റൂല. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മലപ്പുറം തിരൂരിലും എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലുമാണ് ഇന്ന് പ്രതിഷേധം അലയടിച്ചത്. തിരൂർ വെങ്ങലൂരിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് ജുമാ മസ്ജിദിന്റെ പറമ്പിൽ കല്ലിടുന്നത് ഒഴിവാക്കി. വീടുകളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചെങ്കിലും നാട്ടുകാർ പിഴുതെറിഞ്ഞു.
ചോറ്റാനിക്കരയിൽ നാട്ടുകാരുടെയും കോൺഗ്രസ് BJP പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാടത്ത് സ്ഥാപിച്ച സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് കല്ലിടിയിലിന് ഉദ്യോഗസ്ഥർ എത്തിയില്ല. പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് നടപടിയുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി V. മുരളീധരൻ സന്ദർശനം നടത്തി. മഞ്ഞക്കല്ലുമായി വന്നാൽ ഇതുവരെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യണമെന്ന് മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാത്ത പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുക്കൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെ ഇപ്പൊ നേരിടുന്ന അതേ രീതിയിൽ തന്നെ തുടർന്നും നേരിടും. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പിണറായി വിജയന്റെ അഹന്തയുടെ കല്ല് ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് വെക്കാൻ നമ്മൾ അനുവദിക്കരുത്. സിൽവർ ലൈനെതിരെ പ്രതിഷേധം നടന്ന കല്ലായിയിൽ K. സുരേന്ദ്രൻ സന്ദർശനം നടത്തി. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. വളരെ സമാധാനപരമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതൊരു ദൗർബല്യമായിട്ട് സർക്കാരും പോലീസും കണക്കാക്കരുത്. ഈ പാവങ്ങളെല്ലാം സംഘടിപ്പിച്ച് വലിയ തോതിലുള്ള ബഹുജന സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലും സിൽവർ ലൈൻ സർവേക്കെതിരെ പ്രതിഷേധം. തിരൂർ തലക്കാട് മേഖലയിൽ നിന്ന് തിരുനാവായയിലേക്ക് കടന്ന സർവേ ഉദ്യോഗസ്ഥരെ പാലപ്പറമ്പ് പാടശേഖരത്തിൽ വെച്ച് പ്രതിഷേധക്കാർ തടഞ്ഞു. വൈകിട്ടോടെ ഇന്നത്തെ സർവേ നടപടികൾ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. മേഖലയിൽ അടുത്ത ദിവസം മുതൽ സർവേ പുനരാരംഭിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ആലോചന. സിൽവർ ലൈൻ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു കോൺഗ്രസ്. വൻതുക കമ്മീഷൻ തട്ടുന്നതിന്റെ ഭാഗമായാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഫ്രഞ്ച് കൺസൾട്ടൻസിയെ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി നേരിട്ടാണ് ഇടപാട് നടത്തിയതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസ് ചെങ്ങന്നൂരിൽ തുടക്കം കുറിച്ചു. സിൽവർ ലൈൻ കടന്നുപോകുന്ന 100 വില്ലേജുകളിൽ പ്രതിഷേധ ജനസദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ചെങ്ങന്നൂർ മുളക്കുഴയിൽ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെയും സിൽവർ ലൈൻ കൺസൾട്ടന്റായ സിട്രയെയും ബന്ധപ്പെടുത്തി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. ആഗോള ടെൻഡർ ക്ഷണിക്കാതെ കരിമ്പട്ടികയിലുള്ള സിട്രയ്ക്ക് കരാർ നൽകിയത് വൻതുക കമ്മീഷൻ തട്ടാനാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇടപാടുകൾ മുഖ്യമന്ത്രി നേരിട്ടാണ് നടത്തിയത്. ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടാണോ വിളിച്ചത്? ഏതെങ്കിലും സമിതി ചർച്ച ചെയ്തിട്ടുണ്ടോ? അവർക്ക് 5% കൺസൾട്ടൻസി ഫീസ് കൊടുക്കാൻ ആര് തീരുമാനിച്ചു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. എനിക്ക് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഈ സിസ്റ്റർ കമ്പനിയെ ഈ കാര്യം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. സമരം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ആയിരങ്ങൾ അണിനിരക്കുമെന്ന് VD സതീശൻ. ഇതുപോലുള്ള ധിക്കാരികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞുവിട്ട് ഈ സമരത്തെ അടിച്ചമർത്താമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കഴിയുന്നതെങ്കിൽ വിനയപൂർവ്വം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അതിവിടെ കേരളത്തിൽ നടക്കില്ല. അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്തുപിടിക്കാൻ കേരളത്തിൽ UDF ഉണ്ടാകും എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തും. സർവേ കല്ലുകൾ പിണറായി സർക്കാരിന്റെ മീസാൻ കല്ലുകളാകുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് 18 ആലപ്പുഴ. എന്തെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും കടലാസിൽ ഒതുങ്ങില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ നാടിന്റെ വികസനത്തോടൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത്. ആ വികസനം നാടിനാവശ്യമാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ, നമ്മുടെ ഭാവി തലമുറക്ക് ഒഴിച്ചുകൂടാത്തതാണെങ്കിൽ അത് നടപ്പാക്കാനാണ് സർക്കാർ നിലകൊള്ളുന്നത്. ഏതു തരത്തിലുള്ള എതിർപ്പുയർത്താൻ ചിലർ ശ്രമിച്ചാലും ആ കാര്യങ്ങൾ നടത്തിയേ അടങ്ങൂ എന്നത് കണ്ടോളണം. കല്ല് വാരിക്കൊണ്ടുപോയാൽ സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമരം ചെയ്ത് പേടിപ്പിക്കേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ അത്ര സമരം കോൺഗ്രസുകാർ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കല്ലിടുന്ന സ്ഥലത്ത് പോയി കോൺഗ്രസുകാർ കല്ല് വാരിക്കൊണ്ടുപോകും. അവർക്ക് കല്ല് കുറച്ച് വേണമെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും എത്തിച്ചു കൊടുക്കാം. പക്ഷെ ഈ കല്ല് കൊണ്ടുകൊണ്ടോ കാര്യമുണ്ടോ? കുറച്ച് കല്ല് വാരി കൊണ്ടുപോയാൽ ഈ പദ്ധതി തടയാൻ സാധിക്കുമോ? ഇത്ര രീതിയിൽ ചിന്തിക്കുന്നൊരു പ്രതിപക്ഷം കേരളത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഒരു നശീകരണ രീതിയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം ചിന്തിക്കുന്നത്.
തന്നെ ദ്രോഹിച്ചത് കോൺഗ്രസുകാരാണെന്ന് പത്മജ വേണുഗോപാൽ. പാർട്ടിയിൽ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ചില സത്യങ്ങൾ കൈപ്പറിയതാണെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അച്ചടക്കമുള്ള പ്രവർത്തകയായതിനാൽ പറയേണ്ടത് പൊതുവേദിയിലല്ല, നേതൃത്വത്തോടാണ് പറയാറുള്ളത്. ഇപ്പോഴും പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി പറയുന്നതാണോ നല്ലത് എന്ന ആലോചനയിലാണ് താനെന്നും പത്മജ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കുന്നത് KPCC വിലക്കിയിട്ടില്ലെന്ന് ശശി തരൂർ MP. പാർട്ടി കോൺഗ്രസ് ദേശീയ സമ്മേളനമാണ്, അതിൽ പങ്കെടുത്ത ചിന്തകൾ പങ്കുവെക്കുന്നതിൽ തെറ്റില്ലെന്നും തരൂർ പറഞ്ഞു. ഇതൊരു കേരള ഇവന്റ് അല്ല, ഇതൊരു നാഷണൽ ഇവന്റ് ആണ്. കേരളത്തിൽ സംഭവിക്കുന്നത് മാത്രമാണ്. ഈ ഒരേ ഇവന്റ് അവർ ഡൽഹിയിലോ വിജയവാഡയോ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ KPCCയിലൊന്നും പറയാനുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് കേരളത്തിൽ നടത്തുന്ന കാരണമായിരിക്കും. എനിക്കെന്തായാലും അവരൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു എഴുത്തോ ഒരു നിർദ്ദേശമോ ഒരു ഡിറക്ഷനോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡൽഹിയിൽ പാർട്ടി അധ്യക്ഷയോട് സംസാരിച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അറിവിൽ ഇതൊരു നാഷണൽ കോൺഫറൻസ് ആയ കാരണം ഞാൻ നേരത്തെ വേണ്ട വെച്ച ഒരു സെമിനാറിനെ പോലെ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചത്. ഇടുക്കിയിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ ധീരജിനെ അവഹേളിച്ച് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പരാമർശത്തിന് മറുപടി നൽകുമ്പോഴാണ് CP മാത്യു ധീരജിനെ അപഹസിച്ചത്. നല്ല വണ്ടി ഇടിച്ചാലും പല പട്ടിയും വഴിയിൽ ചത്തുകിടക്കുമെന്ന് CP മാത്യു പരിഹസിച്ചു. ധീരജ് എന്ന് പറയുന്ന കഞ്ചാവ് മടിച്ചെന്നോർത്തൻ മരിച്ചു വീണിട്ട് ആ മരണത്തിന് കാരണമായി കൊലക്കത്തിയാണെന്നുള്ള കത്തി പോലും കണ്ടെടുക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ആ ധീരജിന്റെ കേസിൽ പ്രതികളായ നിരപരാധികളായ പിള്ളേർക്ക് ഇന്ന് നിഖിൽ പൈലി ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നിഖിൽ പൈലി അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ വാണക്കുറ്റിയെ കയറ്റി അയക്കുമെന്നാണ് ഇപ്പോൾ വർഗീസ് പറയുന്നത്. വർഗീസ് വാണക്കുറ്റി പോലെ തന്നെ പോകേണ്ടി വരും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സംശയക്കാർക്ക് വേണ്ട. നമ്മുടെ കേസിൽ നിരപരാധികളായ പാവങ്ങൾ കുഞ്ഞുങ്ങളെ അവരെ നമ്മൾ സംരക്ഷിക്കുന്നുവെന്ന് കണ്ടാൽ കാലവരിക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ വർഗീസ് ഒരു കാര്യം അയക്കുന്നു. കാലവരിക്ക് അയക്കുന്നത് നീയും ഞാനുമല്ല, മോളിരിക്കുന്നവരാണ്. അതാരും പോണമെന്ന് ആദ്യം തീരുമാനിക്കുന്നത് ജഗദീശനാണ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുക. നല്ല വണ്ടി ഇടിച്ചാലും പല പട്ടിയും വഴി ചത്തു കിടക്കൂല്ലേ? ഏത് വണ്ടി ഇടിച്ചാലും ചത്തു എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല എന്ന് മാത്രം സൗമ്യമായ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ വർഗീസിനെയും സംഘത്തെയും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായ ഡോക്ടർ തോമസ് ജെ നെറ്റോ ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ മുൻ ബിഷപ്പ് ഡോക്ടർ M സൂസേപ്പാക്യം അഭിഷേക ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ഇനി ഡോക്ടർ തോമസ് ജെ നെറ്റോ നയിക്കും. 32 വർഷത്തിനു ശേഷം ആർച്ച് ബിഷപ്പ് M സൂസേപ്പാക്യം ഔദ്യോഗികമായി സ്ഥാനമൊഴിഞ്ഞു. ചെറുവെട്ടുകാട് സെന്റ് സെബാസ്റ്റ്യൻ ഗ്രൗണ്ടിലെ ചടങ്ങിലായിരുന്നു പുതിയ ബിഷപ്പിന്റെ സ്ഥാനാരോഹണം. ഡോക്ടർ M സൂസേപ്പാക്യം മുഖ്യ കാർമ്മികനായി. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലി ചടങ്ങിൽ വചന സന്ദേശം നൽകി. മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലിമിസ് കാതോലിക്ക ബാവ സുവിശേഷ പ്രഭാഷണം നടത്തി. പുതിയതുറ സെന്റ് നിക്കോളാസ് ഇടവകംഗമായ ഡോക്ടർ തോമസ് ജെ നെറ്റോ തിരുവനന്തപുരം ലത്തീൻ സഭ ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈജിയുടെ ഏറ്റവും പുതിയ ഫ്യൂച്ചർ സ്റ്റോർ അങ്കമാലി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിന് സമീപമുള്ള ആരിക്കൽ പ്ലാസയിൽ പ്രവർത്തനം തുടങ്ങി. സാംസങ് സീനിയർ വൈസ് പ്രസിഡന്റും സെയിൽസ് ആൻഡ് റീറ്റെയിൽ ഹെഡുമായ രാജു ആന്റണി പുലനും മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളത്ത് തന്നെ മൈജിയുടെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഹോം ആൻഡ് അപ്ലയൻസ് സ്റ്റോറാണ് അങ്കമാലിയിൽ. ഫ്യൂച്ചർ സ്റ്റോറിൽ ലോകോത്തര ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC, TV, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകളുടെയും അതിവിപുലമായ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.